പുലർച്ചെ തൻ്റെ മകളെ വിളിക്കാനായി ആ റൂമിൻ്റെ കതക് തുറന്ന രാജേഷ് തൽവാർ ശരിക്കും ഞെട്ടിപ്പോയി. ആ കാഴ്ച കണ്ട് തൻ്റെ മകളുടെ കഴുത്തറക്കപ്പെട്ട് ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. അലറിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഓടി. ഇതുവരെ തെളിയാത്തതായി ഒരുപാട് കൊലപാതക കേസുകളെപ്പറ്റി നമ്മൾ നമ്മുടെ രാജ്യത്തിന് പുറത്തും അകത്തുമായി നടന്നതായി കേട്ടിട്ടുണ്ടല്ലേ. പക്ഷേ എന്നാലും ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ മുഴുവൻ ഞെട്ടിച്ച ഒരു കേസായിരുന്നു ആരുഷി തൽവാറിൻ്റേത്. കേവലം 15 വയസ്സുള്ളപ്പോഴാണ് ഈ പെൺകുട്ടി കൊല്ലപ്പെടുന്നത്. അതും അതിദാരുണമായി. എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്താണ് ശരിക്കും ആരുഷിക്ക് നടന്നത്? പറയപ്പെടുന്ന കഥകളൊക്കെ ശരിയാണോ? അവളുടെ അച്ഛനും അമ്മയും തന്നെയാണോ ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ? എന്തായാലും ആ ഒരു കാരണം അല്ലെങ്കിൽ ആ ഒരു കേസിൻ്റെ നാൾ വഴികളെപ്പറ്റി നമുക്കൊന്ന് കൂടുതൽ അറിയാം. മെയ് 15 മകളുടെ ബർത്ത്ഡേ വരുന്നത്, അതായത് ആരുഷിയുടെ ബർത്ത്ഡേ വരുന്നത് മെയ് 29. അവൾ പക്ഷെ കുറേ നാളായി ആഗ്രഹിച്ച ഒരു ഡിജിറ്റൽ ക്യാമറ. സ്വാഭാവികമായും ആ ഒരു ക്യാമറ നൽകുന്നതിന് വേണ്ടി ഈ ഒരു മാതാപിതാക്കൾക്ക് അധികം ഒരു ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കാരണം നൂപൂർ തൽവാറും രാജേഷ് തൽവാറും അവിടുത്തെ തന്നെ പ്രശസ്തരായ 2 ദന്തിസ്റ്റുകളായിരുന്നു. അവർക്ക് സ്വന്തമായി ഒരു ഹോസ്പിറ്റലും ഉണ്ടായിരുന്നു. അതായത് പണം കൊണ്ട് വളരെയധികം സമ്പന്നർ. അങ്ങനെ മോൾ ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള ഒരു ഡിജിറ്റൽ ക്യാമറ ബർത്ത്ഡേക്കും വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ വാങ്ങിവെച്ചു. എന്നാൽ ബർത്ത്ഡേ വരെ കാത്തിരിക്കേണ്ട, ഇന്ന് തന്നെ അവക്കത് നൽകിയേക്ക് എന്ന് രാജേഷ് പറഞ്ഞതിനെ തുടർന്നാണ് നൂപൂറും രാജേഷും ഈ ഒരു മകളുടെ റൂമിലേക്ക് ചെന്ന് ഈ ഒരു ക്യാമറ അവൾക്ക് സമ്മാനിക്കുന്നത്. സന്തോഷം കൊണ്ട് ആരുഷി തുള്ളിച്ചാടി. കുറേയധികം ചിത്രങ്ങളും ആ ഡിജിറ്റൽ ക്യാമറ ഉപയോഗിച്ച് അവൾ പകർത്തി. ഈ ഒരു വീടെന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് ആയിരുന്നു. ഈ ഒരു വീടിന് ചില പ്രത്യേകതകളുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് കടക്കാൻ നേരിട്ടും ഒരു എൻട്രൻസ് ഡോറുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ വേലക്കാരനായ ഹേമരാജിൻ്റെ റൂം വഴിയും, അതായത് ആദ്യം ഹേമരാജിൻ്റെ റൂമിലേക്ക് കടക്കും, റൂമിൽ നിന്ന് വീണ്ടും വീട്ടിനകത്തേക്ക് കടക്കാം. ആ ഒരു രീതിയിലും ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് അച്ഛനും അമ്മയും എപ്പോഴും തിരക്കിലായിരിക്കും ആരുഷിയുടെ. കാരണം അവർ തിരക്കേറിയ 2 ദന്തിസ്റ്റുകളാണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. ഹേമരാജായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. രാവിലെ ഉണരുന്നതും അവസാനം ഉറങ്ങുന്നതും വേലക്കാരനായ ഹേമരാജ് തന്നെ. അവിടെ വൃത്തിയാക്കാൻ വരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഭവാനി. ഇത്രയും പേരായിരുന്നു ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു ഡിജിറ്റൽ ക്യാമറയൊക്കെ നൽകി എല്ലാവരും ചേർന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഉറങ്ങാനായി അവരവരുടെ റൂമിലേക്ക് പോയി. പക്ഷേ പെട്ടെന്ന് ഏകദേശം ഒരു രാത്രി 10:30 രാജേഷിന് ഒരു ഇമെയിൽ അയക്കേണ്ട ആവശ്യവുമായി വന്ന് വൈഫൈ റൂട്ടർ ഓൺ ആക്കേണ്ടി വരികയാണ്. ഈ ഒരു റൂട്ടർ ഇരിക്കുന്നതാകട്ടെ നമ്മുടെ ആരുഷിയുടെ റൂമിലും. അങ്ങനെ നൂപൂർ ചെന്ന് ഈ ഒരു വൈഫൈ റൂട്ടർ ഓൺ ആക്കുന്നുണ്ട്. ഏകദേശം 10:30-11 മണി സമയത്തിനിടയ്ക്ക്. ആ ഒരു സമയത്ത് ആരുഷി അവിടെ ഇരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേതൻ ഭഗത്തിൻ്റെ 3 മിസ്റ്റേക്സ് ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയ കാര്യമൊന്നും ആക്കുന്നില്ല. വൈഫൈ റൂട്ടർ ഓൺ ആക്കുന്നു, നൂപൂർ തിരികെ പോകുന്നു. അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം അതിൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് വൈഫൈ റൂട്ടർ ഓഫ് ആക്കാൻ വരുമ്പോഴും അതേ പുസ്തകം വായിച്ച് ആരുഷി അതേ ബെഡിലിരിപ്പുണ്ട്. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുകയാണ്. പിറ്റേന്ന് രാവിലെ അവിടെ വീട് വൃത്തിയാക്കുന്നതിനായി ഭവാനി എത്തുന്നു. എല്ലാ ദിവസവും ഈ വീടിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് അവിടുത്തെ വേലക്കാരനായ ഹേമരാജാണ്. പക്ഷേ അന്ന് ഭവാനി എത്തി നോക്കുമ്പോൾ അവിടുത്തെ ഒരു ഗ്രില്ല് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. കുറേ അധികം വിളിച്ചിട്ടും ഹേമരാജ് വിളിയും കേൾക്കുന്നില്ല. അതിനെ തുടർന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് നൂപൂർ എഴുന്നേൽക്കുന്നത്. നൂപൂർ എഴുന്നേറ്റ് വന്ന് എന്തിനാണ് കോളിംഗ് ബെൽ അടിക്കുന്നത്, ഹേമരാജ് വാതിൽ തുറന്നു തന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരമായി ഞാൻ ഇവിടെ കിടന്ന് വിളിക്കുന്നു, ഹേമരാജ് ഇവിടെയെങ്കിലും ഇല്ല എന്ന് തോന്നുന്നു. എന്നാൽ ചിലപ്പോൾ വല്ല പച്ചക്കറിയും വാങ്ങാൻ വേണ്ടി ഹേമരാജ് പുറത്തേക്ക് പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞ് നൂപൂർ വാതിൽ തുറന്നു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് രാജേഷും എഴുന്നേൽക്കുന്നുണ്ട്. രാജേഷ് എഴുന്നേറ്റ് ഉടനെ തന്നെ ഹോളിലേക്ക് വരുമ്പോൾ ശ്രദ്ധയിൽപ്പെടുകയാണ് അവിടെ ഒരു വിസ്കി ബോട്ടിലിരിക്കുന്നു. ഇത് ഞാൻ തലേ ദിവസം എടുത്തിട്ടില്ല, പിന്നെ ആരാണ് മദ്യപിച്ചത്? ഈ ഒരു ചിന്തയിലെല്ലാം തന്നെ എന്നാൽ പിന്നെ മകളെയും കൂടി എഴുന്നേൽപ്പിക്കാമെന്ന് കരുതി റൂമിലേക്ക് ചെല്ലുന്നു. റൂമിലേക്ക് ചെന്ന് ആ കതക് തുറന്ന് കണ്ട കാഴ്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. തൻ്റെ ആ 15 വയസ്സുള്ള മകൾ കഴുത്തറക്കപ്പെട്ട നിലയിൽ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നു. ആകെ ഒരു രക്തമയം ആ മുറിയിലെല്ലാം. രാജേഷ് ആകെ ഭയന്നു അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കോടി. ഉടൻ തന്നെ നൂപൂറും അവിടുത്തെ വേലക്കാരിയായ അവിടുത്തെ വീട് വൃത്തിയാക്കാൻ വരുന്ന ഭവാനിയും ചെന്ന് ഈ കാഴ്ച കാണുന്നു. ഇവർ ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചു. പക്ഷേ ഒരു പോലീസ് എത്തുന്നതിന് തന്നെ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞു. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവിടുത്തെ അടുത്തുള്ള അപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ ഒരു വീട്ടിലേക്ക് വരികയും ഈ ഒരു കാഴ്ചകൾ കാണാനായിട്ട് അവിടെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെട്ടു.
അങ്ങനെ 2-3 മണിക്കൂറിന് ശേഷം വന്ന് അവർ ഈ ഒരു കേസ് നടന്ന ഒരു ക്രൈം ഭാഗമൊക്കെ നിരീക്ഷിക്കുന്നു. തുടർന്ന് വേലക്കാരനെ കാണുന്നുമില്ല. അതോടുകൂടി അവർ ഉറപ്പിച്ചു, ആരുഷി എന്ന പെൺകുട്ടിയെ കൊന്നിട്ട് അവിടുത്തെ വേലക്കാരൻ കടന്നു കളഞ്ഞു. അങ്ങനെ എല്ലാവരും ഞെട്ടുകയാണ്. കാരണം ഹേമരാജ് അവിടുത്തെ വിശ്വസ്തനായ ഒരു വേലക്കാരൻ, അതും വർഷങ്ങളായിട്ട്, ആ ഒരു വ്യക്തി ആരുഷിയെ കൊലപ്പെടുത്തി കടന്നു കളഞ്ഞിരിക്കുന്നു. എത്രയധികം എല്ലാവരിലും ഞെട്ടലുണ്ടാക്കും. അങ്ങനെ ആ ഒരു അന്വേഷണം തുടർന്നു. പിന്നെ ഈ പറയുന്ന ആരുഷിയുടെ ബോഡിയെല്ലാം അവർ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേന്നും പോലീസുകാർ എന്തെങ്കിലും തെളിവിനായി ഒരു വീട് മുഴുവൻ ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെയാണ് അവർ ടെറസിലേക്ക് പോകുന്നത്. ടെറസിലേക്ക് ചെന്ന് കണ്ട കാഴ്ച അതിലേറെ അവിടെയുള്ളവരെ ഞെട്ടിച്ചു. ഈ പറയുന്ന വേലക്കാരനായ ഹേമരാജ് ടെറസിൽ അതേ രീതിയിൽ തന്നെ, അതായത് ആരുഷി എങ്ങനെ കൊല്ലപ്പെട്ടുവോ അതേ രീതിയിൽ കഴുത്തറക്കപ്പെട്ട നിലയിൽ ടെറസിൽ കിടക്കുന്നു. ആ ഒരു ബോഡിയും ഇതുപോലെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. പക്ഷേ അതിൽ നിന്ന്, അതായത് ഓട്ടോപ്സി റിപ്പോർട്ടുകൾ ആരുഷിയുടെയും പുറത്തു വന്നു, ഹേമരാജിൻ്റെയും പുറത്തു വന്നതോടുകൂടി വലിയൊരു വിവരമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് 2 പേരും തലയ്ക്ക് അടിയേറ്റ ഒരു വോൾഫ് സ്റ്റിക്ക് കൊണ്ട് അടിയേറ്റിട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് 2 പേരുടെയും കഴുത്തറക്കപ്പെട്ടിരിക്കുന്നത്. അതും കഴുത്തറത്ത രീതിക്കുമുണ്ടായിരുന്നു ചില പ്രത്യേകതകൾ. ഒരു സർജന് മാത്രം വളരെ കൃത്യതയോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതാണ് 2 പേരുടെയും കഴുത്തിലുണ്ടായിരുന്ന പാട്. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത്? അത് കഴിഞ്ഞു വന്ന റിപ്പോർട്ട് വീണ്ടും ആൾക്കാരിൽ ഒരു ഞെട്ടലുണ്ടാക്കുകയാണ്. മരണപ്പെടുന്നതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഹേമരാജും ഈ പറയുന്ന ആരുഷി തൽവാറും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ആകെ അവിടെയെല്ലാം ഒരു കഥ പരക്കുകയാണ്. ഇതൊരു ദുരഭിമാന കൊലയാണെന്നുള്ള രീതിയിൽ തൻ്റെ മകളെ കാണാൻ കഴിയാത്ത അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ വേലക്കാരനൊപ്പം കാണുന്നു. അത് കണ്ടതിനെ തുടർന്നുള്ള വൈരാഗ്യത്തിനും ദേഷ്യത്തിനും നൂപൂറും രാജേഷ് തൽവാറും ചേർന്ന് തന്നെ 2 പേരെയും കൊലപ്പെടുത്തിയതാണ്. ഇതിനെല്ലാം വീണ്ടുമുണ്ട് കാരണങ്ങൾ. കാരണം ഈ പറയുന്ന ആരുഷി കൊല്ലപ്പെട്ട് കിടന്നത് ആ ബെഡിലാണെങ്കിലും അവിടെ വെച്ചിട്ടല്ല ആരുഷി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് വേറെ എവിടെയോ വെച്ച് ഈ കൃത്യം നടത്തിയതിന് ശേഷം ആരുഷിയെ ബെഡിൽ കൊണ്ടിട്ടതാണ്. അതുപോലെ തന്നെയാണ് ഹേമരാജിൻ്റെ മൃതദേഹം. ഏകദേശം 20 അടി മുകളിലേക്ക് വലിച്ചിഴച്ചതായിട്ടാണ് ഈ ഒരു ബോഡി ഇൻക്വസ്റ്റ് നടപടികളിൽ നിന്നും ഓട്ടോപ്സി റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ഇതോടുകൂടി ഇതൊരു ദുരഭിമാന കൊലയാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം എത്തി. പക്ഷേ ഇത് 2ാമതാണെന്ന് മാത്രം. ആദ്യം ഇവരെല്ലാവരും തന്നെ സംശയിച്ചിരുന്നത് ഹേമരാജിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ 3 പേരെ പിടികൂടുകയും ചെയ്തു. ഇവർ 3 പേരും കുറ്റം സമ്മതിച്ച് കോടതിയിലേക്ക് എത്തിയതിനു ശേഷം ഈ ഒരു മൊഴി മാറ്റി പറയുകയായിരുന്നു. അതായത് പോലീസിൻ്റെ ആ ഒരു മർദ്ദനത്തെ ഭയന്നാണ് ഞങ്ങൾ ഈ ഒരു കൊലപാതകം ഏറ്റെടുത്തത്, ശരിക്കും ഞങ്ങളല്ല ചെയ്തത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടെ വെച്ച് ആ കേസ് ക്ലോസ് ആകുന്നു. തുടർന്ന് CBI അന്വേഷിക്കുമ്പോഴാണ് ഇതൊരു ദുരഭിമാന കൊലയാണെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷേ ഇവിടെ പോലീസുകാർക്കും CBIക്കും ഒക്കെ ഒരുപോലെ വിനയായ ഒരു കാര്യമെന്ന് പറയുന്നത്, ആരുഷിയുടെ കൊലപാതകം ശ്രദ്ധയിൽപ്പെട്ട് ഏകദേശം 2-3 മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നത്. ക്രൈം സീൻ അവർക്ക് പഠിക്കുന്നതിന് മുമ്പ് അവിടെ ഏകദേശം കുറേ പേർ കയറിയിറങ്ങി അവരുടെയും ഫിംഗർ പ്രിൻസും കാര്യങ്ങളുമൊക്കെ പതിഞ്ഞിരുന്നത് കാരണം കൊലപാതകയിലേക്ക് എത്താനുള്ള എല്ലാ തെളിവുകളും അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നു. സ്വാഭാവികമായും ഇനി ആരൊക്കെയാണെന്ന് പറഞ്ഞാലും വെറുതെ വാഗൊണ്ട് പറയാം എന്നല്ലാതെ തെളിവുകളൊന്നും തന്നെ അവിടെയില്ല. കാരണം ആ ഒരു വീട് പുറത്തു നിന്ന് പൂട്ടിയിരുന്നു. അതാരായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? കൂടാതെ ആ മദ്യക്കുപ്പിയിൽ ഈ പറയുന്ന വീട്ടിലുള്ള ആരുടെയും ഫിംഗർ പ്രിൻറ്റുകളുമില്ല. ഇതോടുകൂടി വലിയൊരു ദുരൂഹതയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന ദുരഭിമാന കൊല എന്ന തരത്തിലേക്ക് ഈ ഒരു കാര്യങ്ങൾ കൊണ്ടെത്തിച്ച് ഇവരെ കോടതിക്ക് മുമ്പായൊക്കെ ഹാജരാക്കിയെങ്കിൽ പോലും ആ കേസിലും അച്ഛനും അമ്മയുമായ രാജേഷ് തൽവാറിനെയും നൂപൂറിനെയും വെറുതെ വിടുകയായിരുന്നു. ഇതിനെല്ലാം ശേഷം മാധ്യമങ്ങൾ ചേർന്ന് ഒരു കഥ കണ്ടെത്തിയിരുന്നു, അല്ലെങ്കിൽ നടന്നതായിട്ട് മാധ്യമങ്ങൾ തന്നെ കണ്ടുപിടിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നൂപൂറും രാജേഷ് തൽവാറും പ്രഗത്ഭരായ 2 ഡെന്റിസ്റ്റുകളാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇവർ ഷെയറിലാണ് ഹോസ്പിറ്റൽ നടത്തിയിരുന്നത്. അവിടെ വെച്ച് ഭാര്യയും ഭർത്താവിനെയും കൈമാറുന്ന തരത്തിലുള്ള ചില രീതികൾക്ക് ഇവർ മുതിരുന്നുണ്ടായിരുന്നു.
അവിടെ വേറെയും കപ്പിൾസ് അതിനായി എത്തുമായിരുന്നു എന്നുള്ള രീതിയിൽ ഹേമരാജ് എന്ന വേലക്കാരൻ കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തിട്ട് ഇവർ അതിനെ ഒന്നും കാര്യമാക്കാത്തതിനെ തുടർന്ന് ഹേമരാജ് ഇത് നേരെ ചെന്ന വൈരാഗ്യം കൊണ്ട് ആരുഷിയെ അറിയിക്കുകയും പിന്നെ ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവരെ കൊലപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹേമരാജും ആരുഷി തൽവാറും മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞ് എങ്ങനെ ഒരു ഓട്ടോപ്സി റിപ്പോർട്ട് പുറത്തു വരും? അങ്ങനെ അതായത് നമ്മൾ എങ്ങനെയൊക്കെ കൂട്ടി വായിക്കാൻ ശ്രമിച്ചാലും ഒന്നും ആകാത്തൊരവസ്ഥയിലേക്കാണ് ആരുഷി തൽവാറിൻ്റെ കൊലപാതകം ചെന്നെത്തിയത്. ഇനി ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? അച്ഛനും അമ്മയും തൻ്റെ അടുത്തില്ലാതെ ആ ഒരു വാത്സല്യം ലഭിക്കാതെ ഏകദേശം 40 വയസ്സുള്ള ആ വേലക്കാരനോട് ആരുഷി എന്ന പെൺകുട്ടി അടുത്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതൊരു പ്രണയത്തിലേക്ക് വഴിമാറിയിട്ടുമുണ്ടാകാം. ഇതൊക്കെയായിരിക്കാം ഈ ഒരു കൊലപാതകത്തിലേക്ക് ചെന്ന് എത്തിയിട്ടുണ്ടാവുക. എന്തായാലും മരണകാരണം ഇപ്പോഴും നിഗൂഢമായി തന്നെ നിലനിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.